ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫേസ് പാക്കോ അല്ലെങ്കിൽ ഫേസ് വാഷോ എന്നൊക്കെ പറയട്ടോ. ഞങ്ങൾ ഇന്ന് രാവിലെ പുറത്ത് പോയതാണ്, ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുള്ളൂ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മൾ പുറത്ത് പോയി വരുമ്പോഴേക്കും നമ്മളെ മുഖമൊക്കെ ഭയങ്കര ഡള്ളായി സൺ ടാനൊക്കെ വന്നിട്ടിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു പാക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധാ സാധനം വെച്ചിട്ടാണ്. അപ്പോൾ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ് കുറേ ഫേസ് വാഷുകൾ, കുറച്ച് കെമിക്കൽസൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഒരു സ്ക്രബായിട്ടും ഫേസ് പാക്കായിട്ടും ഫേസ് വാഷൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനം നമ്മൾ അടുക്കളയിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫേസ് വാഷാട്ടോ. ഫേസ് വാഷ് ഒരു ഫേസ് പാക്കായിട്ടും ഫേസ് സ്ക്രബായിട്ടൊക്കെ നമുക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലുള്ള 2 ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ 2 സാധനമാണ് ഇപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് കേട്ടോ. നമ്മൾക്ക് ലേഡീസിനെ അറിയാം, നമ്മൾ അടുക്കളയിൽ തക്കാളി ഇല്ലാത്തൊരു സമയം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇതൊരു കോഫി പൗഡർ കേട്ടോ. നമ്മളിത് ബ്രൂ കോഫിയുടെ പൗഡറാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. ഒരു 5 രൂപേൻ്റെ ഒരു കുഞ്ഞ് പാക്കാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് കേട്ടോ നമ്മളൊന്ന് ഫേസ് വാഷ് തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനൊന്നും വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണല്ലോ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ. നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഒരിക്കലും ഇത് പറ്റില്ല. അപ്പോൾ നമുക്ക് വീട്ടിലിരിക്കുമ്പം എന്ത് ചെയ്യുക, മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് നമ്മുടെ ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു കുഞ്ഞ് തക്കാളി, ഒരു ബ്രൂ കോഫീൻ്റെ പൗഡർ ഇട്ടോ. അതിനിപ്പോൾ ഏത് കോഫി പൗഡർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു എന്താ പറയുക, ടാൻ റിമൂവ് ആവാനും പിന്നെ ഒരു സ്ക്രബിങ് ആയിട്ടും ഒരു ക്ലീനപ്പായിട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇത് ഉപയോഗിക്കാം കേട്ടോ, നമ്മളെ കോഫി പൗഡർ. പിന്നെ തക്കാളിയുടെ ഗുണം എല്ലാവർക്കും അറിയില്ല, നമുക്ക് എപ്പോഴും മുഖത്തിടാൻ പറ്റിയതിൽ ഏറ്റവും നല്ലൊരു ചോയ്സ് നമ്മൾ അടുക്കളയിൽ നിന്ന് എപ്പോഴും തക്കാളി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ തക്കാളി ജ്യൂസ് വെച്ചിട്ട് നമ്മളെ ഫേസിൽ ഒന്ന് ചെറിയൊരു നല്ലൊരു മസാജ് കൊടുത്താലും നമുക്ക് നല്ലതാണ്. ഇനി ഡെയിലി നമുക്കൊരു തക്കാളി വെച്ചിട്ട് തക്കാളി നീര് എടുത്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു ഗ്ലോ നമുക്കുണ്ടാവും. പിന്നെ നമ്മൾ ഇന്നത്തെ ഒരു തിരക്ക് പിടിച്ച ലോകത്ത് നമുക്ക് ഡെയിലി ഇത് ചെയ്യാനുള്ളൊരു ടൈമില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നമുക്ക് നമ്മളെ ഫേസ് വാഷ് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് കാണാം. അപ്പോൾ ഇതാട്ടോ നമ്മളെ തക്കാളി ഇതാട്ടോ നമ്മൾ പകുതിയിലാട്ടോ മുറിച്ചത്, പകുതിയിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യണം, കോഫി പൗഡർ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്കൊരു ബൗളിലേക്ക്, ഇതുപോലത്തെ ഒരു ബൗളിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, കോഫി പൗഡർ ഇട്ട് ഇതിലേക്ക് ജ്യൂസ്, അതായത് തക്കാളിയുടെ ജ്യൂസ് ആക്കിയിട്ട് നമുക്ക് ഓൾ ഓവർ ബോഡി നമുക്ക് ഒരു സ്ക്രബിങ് ആയിട്ടും കൂടി നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഫേസിൽ മാത്രമാണ് കാണിക്കുന്നത്, ഫേസിലല്ല, നമുക്ക് നമ്മളെ കയ്യിലും കഴുത്തിലും നമ്മളെ ബോഡിയിൽ മൊത്തം നമുക്ക് ഇതൊരു സ്ക്രബായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ മുഖത്ത് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ ഒക്കെ അപ്പോൾ നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നമ്മളൊരു സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു ഗ്ലോയിലേക്കൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തത് നമ്മൾ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 5 രൂപയുടെ കോഫി പൗഡർ കേട്ടോ. ഒരുപാട് പൈസയൊന്നും നമുക്ക് ഇതിന് ചിലവില്ല, വെറും 5 രൂപയായിട്ടുള്ള നമ്മൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കോഫി പൗഡർ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രത്തിലൊന്നും ആക്കിയിട്ട് ഒരുപാട് വേസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ നമ്മളൊരു ഫേസിലേക്ക് മാത്രം വേണ്ടിയിട്ടുള്ളത് ഒരു ചെറിയത് മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് എടുത്ത് നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ടൊന്ന് നമ്മളെ മുഖത്തൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതൊരു നമ്മൾ സ്ക്രബ് ചെയ്തതിന് ശേഷം അതൊരു പേക്ക് പോലെ അവിടെ നിന്നോട്ടെ. അത് ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്കൊന്ന് ചെറിയൊരു മസാജ് കൊടുത്തിട്ടാണ് നമുക്കത് വാഷ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മളെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമ്മൾ ഫേസിൽ നന്നായിട്ട് തേച്ച് കൊടുക്കട്ടെ. നമ്മൾ കണ്ണിലൊന്നും ആവരുത്, തക്കാളി ജ്യൂസ് കണ്ണിലായ ചെറിയൊരു എരിച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ കണ്ണിലാവാതെ ചെയ്യണത് ഒന്നും കൂടി നന്നാവുക. അപ്പോൾ ഒന്ന് ഫേസിലൊക്കെ നല്ല അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ. ഒരുപാടൊന്നും അമർത്തി ചെയ്യേണ്ട ആവശ്യമില്ല, ചെറിയൊരു മസാജ് നമുക്കിത് കഴിഞ്ഞിട്ട് കൊടുക്കട്ടെ. ചെറുതായിട്ട് നമ്മൾ സ്കിന്നിലേക്കൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കോഫി പൗഡർ കുറച്ച് കുറവാകുന്നു, അപ്പോൾ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി കോഫി പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫേസിൽ ചെയ്യണത് പോലെ നമ്മൾ നെക്കിലും ചെയ്യണം എന്നാണ് പറയുക. നമ്മൾ ഏത് പേക്കോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ എന്താണോ ഫേസിൽ ചെയ്യുന്നത് അതുപോലെ നമ്മൾ നെക്കിലും കൂടി അപ്ലൈ ചെയ്യണം എന്നാണ് പറയാറ്. അപ്പോൾ ഇപ്പോൾ ഞാനത് ചെയ്യുന്നില്ല കേട്ടോ. എൻ്റെ നെക്ക് നല്ല വൈഡല്ലാത്ത നെക്കാണ്. അപ്പോൾ ഇപ്പോൾ ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും എന്ത് ചെയ്യണം, നെക്കിലും കൂടി അതാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അധികമായിട്ട് ഒരുപാട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു നേരിയ രീതിയിൽ മാത്രം എടുത്താൽ മതി. ഒരുപാട് നമ്മൾ കോഫി പൗഡർ ഒന്നും ഇട്ട് വെച്ചിട്ടൊന്നും നമുക്ക് കാര്യമൊന്നുമില്ല.
ചെറിയൊരു എമൗണ്ടിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ഡ്രൈ ആവണ വരെ നിൽക്കണം കേട്ടോ. ഒരു ചെറിയ ഡ്രൈ ആയിട്ട് വന്നാൽ നമ്മൾ പെട്ടെന്ന് അത് വാഷ് ചെയ്യരുത്. ചെറിയൊരു മസാജ് നമ്മൾ ഫേസിൽ എന്തൊരു പാക്ക് ഇടുകയാണെങ്കിലും എന്ത് ചെയ്യണം, അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നേരിട്ട് അത് ഇളക്കി കളയരുത്. നമ്മൾ ചെറിയൊരു കുഞ്ഞു മസാജ് വെള്ളം ആക്കിയിട്ട് നമ്മൾ കൈ കൊണ്ട് ചെറിയൊരു മസാജ് കൊടുത്തിട്ട് മാത്രമാണ് നമ്മളൊരു ഫേസിലുള്ള പാക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ഫേസിൽ നമുക്കൊരു ചുളിവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആരും നമ്മൾ എന്ത് ചെയ്യുക, ഫേസിൽ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം കയ്യിലാക്കിയിട്ട് ചെറുതായിട്ട് മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഫേസ് പാക്ക് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. എന്നിട്ടൊരു കുഞ്ഞു മസാജും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് കഴുകിക്കളയാം. അപ്പോൾ നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടൊരു വലിച്ചൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസിൽ ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും അത് ഓവറായിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഡ്രൈ ആയി പോയത് കേട്ടോ. അപ്പോൾ ഇനി ഒന്നും കൂടി വേണമെങ്കിൽ നമുക്കൊരു കോട്ടും കൂടി വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം. ഞാനിത് ഒരു കോട്ടും കൂടി ഇത് ചെയ്തിരുന്നു കേട്ടോ. നല്ല ചെറുതായിട്ട് ഡ്രൈ ആയിപ്പോൾ ഒന്നും കൂടി ചെയ്തു. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ചും കൂടി ഇതായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, പാക്ക് നല്ല ഡ്രൈ ആവരുത്, ഒരു ചെറിയൊരു വലിച്ചൽ കുടുംബം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അത് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മുഖത്തുള്ളത് നമുക്ക് കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ട് എന്ത് ചെയ്യണം, ചെറിയതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇനി ഇതിന് വലിയ കട്ടിയുള്ള പാക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിലിപ്പോൾ നമ്മൾ അധികം കട്ടിയായിട്ടൊന്നല്ല ഇട്ടത്, നൈസായിട്ടാണ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അങ്ങനെ ഡ്രൈ ആയിട്ട് നമ്മളെ ചുളിവുകളും വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് വാഷ് ചെയ്ത് കളയാം. ഇനി നല്ല കട്ടിയുള്ളൊരു പാക്കോ എന്തെങ്കിലുമാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊരു കുഞ്ഞു മസാജ് കൊടുത്തിട്ട് മാത്രമേ നമ്മൾ ഫേസിലുള്ള ഏതൊരു പാക്കും റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ചാനലിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ കുഞ്ഞു കുഞ്ഞു ഹോം റെമഡീസും പിന്നെ കുറച്ച് പുറത്തത്തെ പ്രോഡക്റ്റ് വെച്ചിട്ടുള്ള ബ്യൂട്ടി ടിപ്സുകളൊക്കെയാണ് നമ്മൾ ഈ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇനിയും കിട്ടണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ബൈ.